പ്രഗ്നന്റ് ആണ് രണ്ടാമത് ദേവിക. അതാണ് ഒരു വിശേഷം. ഞാനൊക്കെ 100-ാം ദിവസം കമ്മീഷണർ പോയി കണ്ട ആളാണ്. ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ ചുംബനങ്ങൾ ഹീറോ ഗോകുൽ സുരേഷാണ്. പിന്നെ ബാക്കി കാസ്റ്റിംഗ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. വാല്യൂ കൊടുത്താണ് വായിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ബന്ധമില്ലാതെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വരും. ചേച്ചിക്ക് ഇനിയും ഒരുപാട് എന്താ പറയുക ഉയരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഇനിയും കേരളമെന്ന് മാത്രമല്ല പല പല സ്റ്റേറ്റുകളിലായിട്ട് അങ്ങനെ വലിയൊരു എന്താ പറയുക ശൃംഖലയായിട്ട് മറിയൻ ബൊട്ടീക്ക് മാറട്ടെ. ഒപ്പം ഇപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്ത റോം പാരറ്റ് അവരുടെയും ഇതൊരു വലിയ സെപ്പറേറ്റ് ഒരു വലിയ സെറ്റപ്പായി തന്നെ ഒരു ബ്രാൻഡായിട്ട് തന്നെ വരട്ടെ. അവർക്ക് ഒരുപാട് സന്തോഷം, സ്നേഹം. പിന്നെ നിങ്ങളെല്ലാവരോടും ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരോടും ഒരുപാട് സ്നേഹം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമാവാൻ പറ്റുന്നത്. അപ്പം ആത്മജയുടെ രണ്ടാമത്തെ ഉദ്ഘാടനമാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, സന്തോഷം. താങ്ക് യു. ലൈഫിലെ എന്തൊക്കെയാ പുതിയ വിശേഷം? പ്രഗ്നന്റ് ആണ് രണ്ടാമത് ദേവിക. അതാണ് ഒരു വിശേഷം. പിന്നെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊരു ചെറിയ വിശേഷം. പിന്നെ എന്താ വിശേഷം? ഇത്രേ ഉള്ളൂ. ഈ രണ്ട് വിശേഷവും വളരെ വിലപ്പെട്ട വിശേഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സ്നേഹം, സപ്പോർട്ട്, പ്രാർത്ഥന ഉണ്ടാവണം. ഇത് തന്നെ പറയാനുള്ളൂ. വലിയൊരു സിനിമയുടെ കാസ്റ്റിംഗ് ഹീറോ ഗോകുൽ സുരേഷാണ്. പിന്നെ ബാക്കി കാസ്റ്റിംഗ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സിനിമയാണല്ലോ, അറിയാമല്ലോ. അതെല്ലാം ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേ നമുക്കെല്ലാം പറയാൻ പറ്റത്തുള്ളൂ. ഫുൾ സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങളുടെ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദേവിക ആ സമയത്ത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഞാൻ അപ്പുറത്ത് പ്രസവിക്കുമ്പോൾ ഇപ്പുറത്തെ പടം റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അറിയത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. പിന്നെ എല്ലാ ഈശ്വരൻ തരുന്ന പോലെ നമ്മൾ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഒരു റോൾ ഉണ്ട്, താങ്കൾ വേണമെങ്കിൽ എടുത്തോന്നൊക്കെ പറഞ്ഞു. അതെ, ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ കുത്തിക്കയറ്റിയതാണ്. പക്ഷേ എന്നാലും നോക്കാം, നമുക്ക് സാഹചര്യം പോലെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലേ? ആത്മജനെ എനിക്ക് അഭിനയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആത്മജ നമ്മുടെ ഒരു ലക്കി ചാമാണ്. അപ്പം സിനിമ ഹിറ്റാവാൻ അല്ലേ? സന്തോഷം പ്രേക്ഷകരായിട്ടൊന്ന് ഷെയർ ചെയ്യാം. വലിയ സന്തോഷം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എല്ലാ ദിവസവും വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. പക്ഷെ ഇപ്പം രണ്ടാമത് കൺസീവ് ആയതും സിനിമയുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയുക, നല്ല ഓരോ ദിവസവും സന്തോഷങ്ങൾ കൂടി വരികയാണ്. അപ്പം അതിനെല്ലാം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടും എല്ലാവരും കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എത്ര നന്ദി പറഞ്ഞാലും ഒരുപാട് സന്തോഷം. ചേട്ടാ, ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറ്? നെഗറ്റീവ് കമന്റ്സ് ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ദുഃഖകരമായി തോന്നിയിട്ടുണ്ട്. പിന്നീട് മറ്റു ആൾക്കാർക്ക് കിട്ടുന്ന നെഗറ്റീവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇല്ല. അങ്ങനെ ഞാൻ സമാധാനിക്കത്തില്ല. പിന്നെ അങ്ങനെ ഞാൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ ഒഴിവാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ നമ്മളെന്തിനാണ് വെറുതെ എൻ്റെ എനർജി കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ നെഗറ്റീവ് പറയാൻ സാധ്യതയുള്ളതൊക്കെ പൊതുവെ അങ്ങ് ഒഴിവാക്കി പോസിറ്റീവായിട്ട് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യും. ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ നെഗറ്റീവ് പറയുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടുക. കാരണം ഞാൻ എല്ലാം വായിക്കും. ഞാൻ ഈ സോഷ്യൽ മീഡിയ വരുന്ന എല്ലാ കമൻസും വായിക്കും. അപ്പം ഞാൻ ആ വാല്യൂ കൊടുത്താണ് വായിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ബന്ധമില്ലാതെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വരും. ഒരു വിഷമം കൂടി വന്നുകൊണ്ട് പിന്നെ നിർത്തി. സുരേഷ് ചേട്ടനുമായിട്ടുള്ള ആത്മബന്ധം? അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ട് പരിചയപ്പെട്ട് കൂടെ സഞ്ചരിക്കാനൊക്കെ ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യം. അതിൻ്റെ നമ്മുടെ ഒരു എന്താ പറയുക ഈശ്വരാധീനമായിട്ട് കാണുന്നത്. ഞാൻ നമ്മുടെ വലിയ സ്ക്രീനിൽ കണ്ട ഞാനൊക്കെ 100-ാം ദിവസം കമ്മീഷണർ പോയി കണ്ട ആളാണ് ആലപ്പുഴയിൽ. അപ്പോൾ ആ ഫീലിൽ തന്നെയാണ് ഞാനിപ്പോഴും കാണുന്നത്. എനിക്കപ്പോൾ അതുകൊണ്ട് ഓരോ നിമിഷം പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എനിക്ക് ആ കമ്മീഷണർ കാണുന്ന ഫീലാണ്. അപ്പം അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇടയ്ക്കിട്ട് ഇങ്ങനെ സഞ്ചരിക്കാനൊക്കെ പറ്റുന്നത്. പിറന്നാളിന് സോങ് ഒക്കെ കമ്പോസ് ചെയ്തില്ലാണ്? അതെ, അത് ചുമ്മാ എന്തായാലും ചെയ്യണമല്ലോ. അപ്പം നമ്മളങ്ങനെ പാട്ടാണ് നമ്മുടെ ഒരു മേഖല. അപ്പം അങ്ങനെ ചെയ്തതേ ഉള്ളൂ. താരാപഥം ഒന്ന് പാടും രണ്ടുപേരോട്? താരാപഥം പാടാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ചെറുതായിട്ടൊന്നും മൂളും. താരാപഥം മൂളാനെന്ന് പറയുമ്പോൾ
താങ്കൾ താരാവധം മൂളിയത് ഞാൻ ഇടയിൽ കൂടെ ഞാൻ പാടിക്കും. നമ്മൾ പാടിയ പാടാ. അറിയോ കേട്ടോ, അതാണ് അത് പറഞ്ഞത്. താരാവധം ഫീമെയിൽ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. തൽക്കാലം ഇപ്പൊ തുടങ്ങിക്കോളൂ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ.